ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളും ഇതര ശാരീരികമായ ക്ലേശങ്ങളെല്ലാം അതിജീവിച്ച് ദൈവസന്നദ്ധിയിൽ ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ പാട്ടോടും പ്രാർത്ഥനയോടും സ്തുതിയോടും ആരാധനയോടും കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലൂടെയും പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളെയും എല്ലാ കുടുംബങ്ങളെയും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കൂടെ ദൈവത്തിന്റെ കൃപയിൽ നിലനിർത്തിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതയാത്രയിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട എല്ലാ ഭൗതിക സ്വർഗീയ നന്മകൾ അനുഭവിച്ചു അതിനു വേണ്ടി നിലനിൽക്കാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണു നിറഞ്ഞ പ്രാർത്ഥിക്കണം. ആരാധനാലയത്തിലായിരിക്കുന്ന സമയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ദിവ്യകൃപകളാൽ ദൈവം നമ്മെ നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവശബ്ദം കേൾക്കുമ്പോഴും യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവങ്ങളെ സ്മരിക്കുമ്പോഴും ദൈവശേല ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ആ ശുശ്രൂഷകൾ അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹകരമാക്കി തീർക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ടുള്ള നാളുകളിൽ അടുത്തു പോകാതെ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാതെ പ്രായലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികമായി ചെയ്തു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും ആവശ്യമായ കൃപകളും നന്മകളും ദൈവം നൽകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്ന് ഇവിടെ അതിന്റെ ഗദ്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. തന്റെ മകൻ നിമിത്തം തനിക്കുണ്ടായ വിശാലവും നിമിത്തം തനിക്കുണ്ടായ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് താൻ വളരെ കഷ്ടതകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ രചിച്ച പല സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ ഒരു സങ്കീർത്തനം കൂടെയാണ് ഈ 63-ാം സങ്കീർത്തനം. തന്റെ വേദനയുടെ നാളുകൾ, തന്റെ ഭാരത്തിന്റെ നാളുകൾ, തന്റെ പ്രയാസത്തിന്റെ നാളുകൾ, ആ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കൃപകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് വായിച്ച ദൈവമക്കൾ, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. മരുഭൂമിയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അതാണ് വെള്ളമില്ലാതെ ഒഴുകി വരേണ്ട ദേശം എന്നൊക്കെ താൻ പറയുന്നത്. അവിടെ രണ്ടാശയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, അക്ഷരികമായി വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട മരുഭൂമിയുടെ സാഹചര്യങ്ങളിലൂടെയും മരുഭൂമിയുമായി ബന്ധപ്പെട്ട ഗുഹകളിലും ഗർത്തങ്ങളിലൂടെയും താൻ എങ്ങനെ ഒളിവിടങ്ങളിലൂടെ പോകുന്നു. മറ്റൊന്ന്, താന് ശാരീരികമായും മാനസികമായും എല്ലാം വളരെ വരണ്ടുണങ്ങിയിരിക്കുന്ന അനുഭവങ്ങളാണ്. മനസ്സുകൊണ്ടും അങ്ങനെ തന്നെയാണ്. തനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. വളരെ മാനസികമായി കെട്ടപ്പെട്ടവനെ പോലെ, ക്ഷീണിച്ചവനെ പോലെ, അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ഒക്കെ അവിടെ കാണാനായിട്ട് കഴിയുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് ഈ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവമേ നീ എന്റെ ദൈവം തന്നെയാണ്. ഈ 61-ാം സങ്കീർത്തനത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്നതിനകത്ത് ദൈവത്തെ നീ എന്നും ഒക്കെ അവിടെ ഒത്തിരി സംബോധന ചെയ്തിട്ടുണ്ട്. എന്നാൽ ആധുനിക പരിഭാഷ കൊടുത്തിരിക്കുന്നത് ദൈവമേ അവിടെ നിന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. ഉടങ്ങി വരേണ്ട ദേശത്തെന്ന പോലെ ഞാൻ സർവേശ്വര അങ്ങേക്കായി കാത്തിരിക്കുന്നു, അങ്ങേക്കായി ദാഹിക്കുന്നു, അങ്ങയെ കാണാതെ ഞാൻ തളരും. എത്ര ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ എന്റെ ഹൃദയത്തിലേക്ക് ഒന്നുകൂടെ പരിശുദ്ധാത്മാവ്
കൊണ്ടുവന്ന ഒരു ആത്മീയ സന്ദേശം. രണ്ടാമത്തെ വാക്യമാണ്. രണ്ടാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ, ഇപ്പോൾ താൻ വിശുദ്ധ മന്ദിരത്തിലല്ലെങ്കിലും കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കഷ്ടതകളില്ലാതിരുന്ന കാലയളവിൽ, വേദനകൾ ഇല്ലാതിരുന്ന കാലയളവിൽ, താൻ നാട്ടിലായിരുന്ന വീട്ടിലായിരുന്ന സാഹചര്യത്തിൽ കൃത്യമായി വിശുദ്ധ മന്ദിരത്തിൽ പോവുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, ദാവീദ് എപ്പോഴും ദൈവിക ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത ഒരാളാണ്. ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്താണ്. ഇപ്പോൾ താൻ മരുഭൂമിയുടെ അവസ്ഥയിലാണ്. മരുഭൂമിയിൽ നിന്ന് തനിക്ക് നാട്ടിലേക്ക് ചെല്ലാനായിട്ട് കഴിയുന്നില്ല. മകൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം താൻ എങ്ങനെ ഒറ്റപ്പെട്ടവനെ പോലെ താനായിരിക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ സന്തോഷകരമായ നാളുകളിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ തന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് താൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നു വിശുദ്ധ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവം? രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടത്. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ മഹത്വവും ദർശിപ്പാൻ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ അങ്ങയെ നോക്കുന്നു. ഇന്ന് ഈ രണ്ടാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, ഈ ആരാധനാലയത്തിൽ വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിലാണല്ലോ നാം എല്ലാവരും ആയിരിക്കുന്നത്. കൂടുതൽ ദൈവമക്കൾ വരുന്നത്, എല്ലാവർക്കും സംബന്ധിക്കാനായിട്ട് കഴിയുന്നതൊക്കെ വിശുദ്ധ ആരാധനയാണ്. ആരാധനാലയത്തിലായിരിക്കുന്ന സമയത്ത് ആരാധനാലയത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരേണ്ട രണ്ട് പ്രധാനമായിരിക്കുന്ന കാര്യം സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രബോധനമായിട്ട് പരിശുദ്ധാത്മാവ് നൽകി തരികയാണ്. എന്തിനാണ് വിശുദ്ധ മന്ദിരത്തിലായിരിക്കുന്നത്? എന്തിനാണ് ഞാൻ ആരാധനാലയത്തിലായിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ആരാധനയ്ക്ക് ചെന്നത്? ഞാൻ എന്തിനാണ് കൂട്ടായ്മയിലേക്ക് ചെന്നത്? പല ചിന്തകളുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് കാര്യം പറയുകയാണ്. എനിക്ക് ദൈവത്തിന്റെ ശക്തി ഒന്ന് കാണണം, എനിക്ക് ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു കാഴ്ചപ്പാടിലാണോ ഇവിടെ നമ്മളായിരിക്കുന്നത്? ഈ കാഴ്ചപ്പാടിലാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും നമുക്ക് കാണാനിടയായിരിക്കും. എത്ര പേർക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട്? എന്താ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത? ദൈവം ബലവാനായിരിക്കുന്ന ദൈവമാണ്. മന്ദിരത്തിൽ ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തുന്നവനാണ്. ആരാധിപ്പാനായിട്ട് വരുന്ന ദൈവമക്കളെല്ലാം ബലഹീനരാണ്. നമുക്ക് നമ്മുടേതായ നിലകളിൽ പല വിധത്തിലുള്ള നാം ബലഹീനരാണ്, നാം അസ്വസ്ഥരാണ്. ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായിട്ടും എല്ലാം നമ്മെ ആ ബലഹീനതയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ് എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അഭിമുഖീകരിച്ച സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തി. ആധ്യാത്മികമായി ഒരു പടി കൂടെ നിങ്ങളെ വളർത്തുന്നതായിരുന്നോ താഴേക്കിടുന്നതായിരുന്നോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇടപെട്ട സാഹചര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് എത്രമാത്രം നമുക്ക് വളരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും അതിനെയൊന്ന് വളർത്തിയെടുക്കുവാനും കഴിയുന്ന സാഹചര്യങ്ങൾ എത്രമാത്രം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു ഭാഗത്ത് ചിന്തിക്കുക. മറ്റൊരു ഭാഗത്ത് ഈ കൃപയിൽ നിന്ന് നമ്മെ വീഴ്ച കളയുവാനും, നമ്മുടെ പ്രാർത്ഥന കളയാനും, നമ്മുടെ ആരാധന കളയാനും, നമ്മുടെ വിശ്വാസം കളയാനും, ആ പഴയ തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുവാനും വേണ്ടി ഉണ്ടായ സാഹചര്യങ്ങളെ ഓർക്കുക. പക്ഷെ അവിടെ രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴും വീണു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നമ്മെ നിലനിർത്തിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്തൊരു കരുതലുണ്ടായിരുന്നു. ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്ന പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ച് നമ്മളായിരിക്കുമ്പോൾ, എല്ലാ ദൈവമക്കളും ഓർക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ സ്വയം ബലം കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ആരാധനയിലൂടെ ദൈവം നമുക്ക് തരുന്ന ബലം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ സന്തോഷം നമ്മുടെ ബലമാണ്. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ
പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തി കൃത്യമായി നമ്മോട് ഇടപെടുമ്പോഴെല്ലാം അവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്: ആത്മാവിലും ഭൗതികത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദിവ്യ ബലം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ശക്തി, അതുകൊണ്ടാണ് പറയുന്നത്, ഈ ശക്തി, ഈ ബലം ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമായിട്ട് ദൈവം നൽകുന്നതാണ്. സ്തോത്രം. ഇതുപോലെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെ, ക്ഷീണിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേല്, ഏതേത് കാര്യങ്ങളുടെ മേലാണോ ദൈവത്തിന്റെ ബലം നമുക്ക് ആവശ്യമായിട്ടുള്ളത്, മനസ്സ് തുറന്ന് ആത്മശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ആരാധനയിലൂടെ, വിശുദ്ധ മന്ദിരത്തിലൂടെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ആത്മീയമായ ബലം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ആ ദൈവിക ബലം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം പരാജയമല്ല, നിശ്ചയമായി വിജയിപ്പാനായി തീരും. അതിന്റെ കാരണം നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എനിക്ക് ആലയത്തിൽ വെച്ച് കാണേണ്ട വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം എനിക്കൊന്ന് കാണുവാൻ വേണ്ടി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മറുരൂപ മലയില് ശിഷ്യന്മാരെ കണ്ടത്. ശിഷ്യന്മാരെല്ലാം കണ്ടത് യേശുക്രിസ്തുവിന്റെ മഹത്വം കണ്ടു. എന്ന് പറഞ്ഞാൽ തേജോമയനായിരിക്കുന്ന കർത്താവിനെ കാണുക, തേജോമയനായിരിക്കുന്ന കർത്താവിനെ കാണുക. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, പ്രാർത്ഥനയിൽ നമ്മളത് കാണുന്നുണ്ടോ? പാട്ടിലൂടെ നമ്മളത് കാണുന്നുണ്ടോ? ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിക്ക് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? നിശ്ചയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, കർത്തൃ ദിവസത്തിൽ ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ഞാൻ അവന്റെ കാൽക്കൽ വീണു. ഞാൻ കണ്ടു. എങ്ങനെ ഞാൻ കണ്ടത്? ആത്മശക്തിക്കാണ് വിധേയപ്പെട്ടപ്പോഴാണ് ഞാൻ കണ്ടത്. നമ്മുടെ ആരാധനകൾ അനുഗ്രഹകരമായി തീരട്ടെ. നമ്മുടെ ആരാധനകളിൽ നമ്മുടെ യേശുവിനെ ഒന്നുകൂടെ കണ്ടുറക്കെ കാണുന്ന അനുഭവങ്ങളായി തീരട്ടെ. നമ്മുടെ ആരാധനയിൽ യേശുവിന്റെ ബലം ഒന്നുകൂടെ അനുഭവിച്ചറിയുവാനായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നമ്മുടെ സ്വയശക്തി കൊണ്ട് നമുക്ക് പോകാൻ കഴിയുകയില്ല. ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ പോലെ തന്നെ, അതുപോലെ സമാനമായ സാഹചര്യം അല്ലെങ്കിലും മറ്റു പല നിലകളിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒത്തിരി വെല്ലുവിളികളും, ഒത്തിരി സമ്മർദ്ദങ്ങളും, ഒത്തിരി പ്രയാസങ്ങളും, ഒത്തിരി അത് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളും അതിന്റെ മധ്യത്തിൽ കണ്ണുനീരോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ദൈവം, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്നത് അങ്ങയുടെ ബലം കാണുവാൻ വേണ്ടിയാണ്, അങ്ങയുടെ മഹത്വം കാണുവാൻ വേണ്ടിയാണ്, അങ്ങയുടെ കൃപകൾ പ്രാപിപ്പാൻ വേണ്ടിയാണ്, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ വേണ്ടിയാണ്, ആ ദർശനം കാണുവാൻ വേണ്ടിയാണ്, പീഡാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന യേശുവിനെ ധ്യാനിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തെയും എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെയും ആത്മാവിൽ കണ്ട് ധ്യാനിപ്പാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ ആത്മീയ ആരാധനയിൽ ഞാൻ പ്രാപിക്കേണ്ട സ്വർഗീയ നിറവുകൾ എന്റെ മേൽ പകരുമാറാകണമെന്ന് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങിക്ക് ആരാധനയുടെ തലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിയെടുക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ ആരാധനയും അനുഗ്രഹകരമായി തീരണം. നമുക്ക് എല്ലാ ദൈവമക്കളും ഓർത്തോണം. ഒറ്റ ചിന്ത, ഇവിടെ വരുന്നവരുടെ ആഴ്ചയിലേക്ക് കഴിഞ്ഞ എത്ര പേര് വന്നു, ഈ ആഴ്ച എത്ര പേര് വന്നു, ഇനി അടുത്ത ആഴ്ച എത്ര പേര് വരാൻ സാധ്യതയുണ്ട്, മാസത്തിൽ എത്ര പേര് വരും. ഇതിന് ഒരു ആരാധന കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ എന്നോട് തന്നെ പലരും കഴിഞ്ഞ ആൾ തീരെ കുറവാണ്. ഏതൊരു വീട്ടിലേക്ക് നമ്മൾ ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കഴിഞ്ഞ ഒരു ഭാഷ ആരുമില്ലാത്തല്ലോ. ഞാൻ അന്നേരം വിചാരിക്കുന്നത്, ഈ വണ്ടി ഓടിച്ച് കാറും ഓടിച്ച് പെട്രോളും കത്തിച്ച് വണ്ടിക്ക് മൈലേജ് കൂടുന്നില്ല, ഇന്നലത്തെ വില കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഈ നാട് മുഴുവൻ വണ്ടി ഓടിക്കുകയാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ അവിടെ പറയുന്നത് എന്താണെന്നറിയാം? ഞായറാഴ്ച വന്നവരുടെ കണക്കായിരിക്കും ദൈവത്തിൽ വന്ന കാര്യം പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുള്ളൂ. മനസ്സിലായി? അവരുടെ വിശേഷമല്ല പറയുന്നത്, അവരുടെ പ്രാർത്ഥന. പക്ഷെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമാണ്, അതല്ല. അല്ലെ ആധ്യാത്മികമായ ഒരു കാര്യമല്ല പറയുന്നത്. വേദപുസ്തകത്തിൽ ഒരു കാര്യമേ പറയാനില്ല. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പൊ എല്ലാ ദൈവമക്കളും ഓർത്തോണം. എന്തിനാണ് നാം ദൈവസന്നിധിയിൽ വരുന്നത്? ദൈവത്തിന്റെ ബലം കാണണം, ദൈവത്തിന്റെ മഹത്വം കാണണം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ഇന്നത്തെ സങ്കീർത്തനം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 15 മിനിറ്റ് സമയം മുന്നോട്ട് പോകുന്നത്. ആരാധനയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന
സങ്കീർത്തന പ്രബോധനം ഇതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് വിശുദ്ധ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, ദൈവത്തിന്റെ ബലം കാണണം, ദൈവത്തിന്റെ മഹത്വം കാണണം. എനിക്കും എന്റെ കുടുംബത്തിനും കർത്താവേ വിശുദ്ധ ആരാധനയിലൂടെ ആ ബലവും ആ മഹത്വവും കണ്ട് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് സമർപ്പിതരായി മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.